ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പച്ചക്കായ വെച്ചിട്ടൊരു അടിപൊളി മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. ആദ്യം ഇതിൻ്റെ പുറമേയുള്ള ആ തൊലിയൊന്ന് കളഞ്ഞെടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും അത് തയ്യാറാക്കി നോക്കാൻ ഒരു പ്രചോദനമാവുക. തൊലി കളഞ്ഞതിന് ശേഷം അത് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. കട്ടി കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ചെറുതായി നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വാർത്ത് വെക്കാം. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. സവാള നീളത്തിൽ അരിഞ്ഞും പച്ചമുളക് നെടുകെ കീറിയുമാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി സവാളയും പച്ചമുളകും അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇപ്പോൾ ഇത് വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചക്കായ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇടയിലൊന്ന് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഇനി പച്ചക്കായ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇടയിൽ 2-3 പ്രാവശ്യം തുറന്ന് ഞാൻ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മുടെ പച്ചക്കായ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.